ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് റിയ ഒരാളെ കാണാനായി ചെല്ലുന്നതാണ്. തുടർന്ന് പാറു ഗായത്രിയുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ പാറു അയാൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ പറയുകയാണ്, മോളുടെ സംശയം ശരി തന്നെയാ, ഈ കുട്ടി ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ റിയയ്ക്ക് ഒരു പൊടി നൽകുകയാണ്. ഈ കുട്ടി ഇനി ആത്മാവിനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഈ പൊടി അവിടെ വിതറിയാൽ മതി, അപ്പം മോൾക്കും ആത്മാവിനെ കാണാനാകുമെന്ന് അയാൾ പറയുമ്പോൾ സന്തോഷത്തോടെ ആ പൊടിയും വാങ്ങിക്കൊണ്ട് പോവുകയാണ് റിയ. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലാണ്. ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് ഗായത്രിയും വിശാലും. തുടർന്ന് വിശാല് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്, ഇതൊക്കെ കാണാൻ അമ്മയുടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, വിശാൽ സാർ, രാവിലെ ഇവിടെ അമ്മയുണ്ടായിരുന്നു, അമ്മ എന്നോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ കണ്ടപ്പോൾ അമ്മ ഇവിടെ തുളസി പൂജ ചെയ്യുകയായിരുന്നെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, അമ്മ നല്ല ഈശ്വര ഭക്തയായിരുന്നു, എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വിശേഷാൽ പൂജകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് റിയ അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് റിയ പറയുക, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, ഇത്രയും നാൾ മുമ്പ് മരിച്ചുപോയ വിശാലിന്റെ അമ്മ ഇവിടെ വരുന്നുണ്ടെന്നോ? അതേസമയം പ്രഭാവതിയും വിനയും അങ്ങോട്ടേക്ക് വരുന്നു. മരിച്ചുപോയ അമ്മയെ കണ്ടെന്നും സംസാരിച്ചെന്നും ഒക്കെയല്ലേ പാർവതി പറയുന്നത്, അതിന്റെ അർത്ഥം ഗായത്രിയമ്മ ഇവിടെ വരുന്നുണ്ടെന്നല്ലേ? ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, ഇതേ ഞങ്ങളുടെ വിശ്വാസമാണ്, ഇതിൽ റിയ തലയിടേണ്ട ഒരാവശ്യവുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചതിന് ഇയാളെന്തിനാ ഇങ്ങനെ ചൂടാകുന്നത്? വിശാലിന്റെ അമ്മ ഇവിടെ വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റെന്ന് റിയ ചോദിക്കുന്നു. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, ഗായത്രിയുടെ ആത്മാവ് ഇവിടെ വരുന്നുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നുമൊക്കെ പാർവതിയാ പറയുന്നത്, അല്ലാതെ ഈ നിൽക്കുന്ന വിശാല് പോലും നേരിട്ട് കണ്ടിട്ടില്ലെന്ന് പ്രഭാവതി പറയുന്നു. തുടർന്ന് റിയ പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല ഈ പാർവതി പറയുന്നതൊക്കെ സത്യമാണെന്ന്, ഇവളൊക്കെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിയ പറയുമ്പോൾ ഇത് കേൾക്കുന്ന വിശാല് ദേഷ്യത്തോടെ റിയയോട് പറയുകയാണ്, അതെ, എനിക്ക് എൻ്റെ പാർവതിയെ വിശ്വാസമാണ്, റിയ ഇതിൽ തലയിടാൻ നിൽക്കണ്ട. തുടർന്ന് ഗായത്രിയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വന്നിട്ട് പാറുവിനോട് പറയുകയാണ്, മോളെ, നിന്റെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയാൻ വേണ്ടിയാ ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. ദയവ് ചെയ്ത് നീ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നതായും എന്നെ കാണുന്നതായും ഇവിടെ നിന്ന് ഭാവിക്കരുത്. ശരി അമ്മയെന്ന് പാറു പറയുമ്പോൾ റിയ വിശാലിനോട് പറയുകയാണ്, നിങ്ങളുടെ അമ്മ ഇവിടെ വരുന്നതിന് എന്തെങ്കിലും തെളിവുകൾ ഈ പാർവതി നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, സാർ, സാറ് വെറുതെ ഇവളോട് തർക്കിച്ചു നിന്ന് സമയം കളയാൻ നിൽക്കണ്ട, അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. അങ്ങനെ വിശാൽ ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗായത്രിയുടെ ആത്മാവ് വിശാലിന്റെ മുന്നിൽ ചെന്ന് നിന്ന് വിശാലിനെ തലോടുകയാണ്. അതേസമയം പാർവതിയുടെ ഭാവങ്ങൾ കാണുന്ന റിയ ആ പൊടിയുമായി വിശാലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം റിയ ഗായത്രി നിൽക്കുന്ന സ്ഥലത്ത് കുങ്കുമം വിതറുകയാണ്. പെട്ടെന്ന് ഗായത്രിയുടെ നിഴൽ ഭിത്തിയിൽ പതിക്കുന്നു. ഇത് റിയയും പാർവതിയും കാണുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കുന്ന പ്രഭാവതിയും വിനയും ഞെട്ടലോടെ നിൽക്കുകയാണ്. വിശാൽ സന്തോഷത്തോടെ നിഴലിനെ നോക്കുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഗായത്രി. തുടർന്ന് ഗായത്രി പാറുവിനോട് പറയുകയാണ്, മോളെ, എൻ്റെ നിഴലിനെ ഇവിടെ എല്ലാവരും കണ്ടു, ഇനി ഞാൻ ഇവിടെ നിന്നാൽ അത് ശരിയാകില്ല, മോള് കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകും. അത്രയും പറഞ്ഞുകൊണ്ട് ഗായത്രിയുടെ ആത്മാവ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഞാൻ എൻ്റെ അമ്മയെ കണ്ടെന്ന് വിശാൽ സന്തോഷത്തോടെ പാറുവിനോട് പറയുമ്പോൾ റിയ പറയുകയാണ്, അതെ, ഞാൻ കാരണമാ നിങ്ങളിപ്പോൾ നിങ്ങളുടെ അമ്മയെ കണ്ടത്, ഞാനൊരു വിദ്യ പ്രയോഗിച്ചതുകൊണ്ട് മാത്രമാ, അല്ലാതെ ഇത്രയും നാളും നിങ്ങളുടെ കൂടെ നടന്ന പാർവതിക്ക് പോലും അതൊന്നും സാധിച്ചില്ലല്ലോ എന്നൊക്കെ റിയ പറയുമ്പോൾ റിയയോട് ദേഷ്യപ്പെടുകയാണ് പാറുവും വിശാലും. നിനക്ക് എന്ത് മന്ത്രതന്ത്രങ്ങളൊക്കെയാ അറിയാവുന്നത് എന്നൊക്കെ വിശാല് റിയയോട് ചോദിക്കുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ പ്രഭാവതി റിയയുടെ അടുത്തേക്ക് ചെന്ന് റിയയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ്. എന്ത് ധൈര്യമുണ്ടായിട്ടാ നീ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടെന്നേ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാ, അത് നീയായിട്ട് തെളിയിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ റിയയെ നോക്കി കണ്ണടച്ചുകൊണ്ട് പറയുകയാണ് പ്രഭാവതി. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് റിയ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും വിശാലിനെയുമാണ്. ഇപ്പൊ ഞാൻ അമ്മയുടെ നിഴൽ കണ്ടു, ഇനി എന്നാ എനിക്ക് എൻ്റെ അമ്മയെ മുഴുവനായി കാണാൻ സാധിക്കുക എന്ന് വിശാല ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കാണാൻ സാധിക്കുമെന്ന് പാറു പറയുന്നു. അതേസമയം ഈ കുടുംബത്തിനെ എങ്ങനെ രക്ഷിക്കുമെന്നുള്ള ആലോചനയിലാണ് പാർവതി. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ മുറിയിലിരിക്കുന്ന റിയയാണ്. എന്താണെങ്കിലും വിനയുടെ അമ്മ എന്നോട് കാണിച്ചത് വളരെ മോശം തന്നെയാ, ഇതെനിക്ക് വല്ലാത്ത നാണക്കേടായി പോയെന്ന് റിയ പറയുമ്പോൾ
അങ്ങോട്ടേക്ക് പ്രഭാവതി വരികയാണ്. മോള് പറഞ്ഞതൊക്കെ അമ്മ കേട്ടെന്ന് പ്രഭാവതി പറയുമ്പോൾ വിനയ് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ റിയയെ തല്ലിയത്? എടാ, ഞാൻ ഇവളെ തല്ലിയില്ലായിരുന്നെങ്കിൽ പാർവതി ഇവളെ തല്ലിയേനെ. മോളുടെ സങ്കടം മാറാൻ വേണ്ടി അമ്മയെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് റിയയ്ക്ക് ഒരു സ്വർണ്ണമോതിരം നൽകുകയാണ് പ്രഭാവതി. പിന്നെ മോള് ചെയ്തതിലെല്ലാം നന്ദിയുണ്ട്. ഗായത്രിയുടെ ആത്മാവ് ഇവിടെ തന്നെയുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞല്ലോ. ഇത് കേൾക്കുന്ന റിയ പ്രഭാവതിയോട് മോതിരം തന്നതിന് നന്ദി പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.